എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സങ്കീർത്തനം 50:15 ബുക്ക് ഓഫ് സാം ചാപ്റ്റർ 50 വേഴ്സ് 15 നമ്മളെ പഠിപ്പിക്കുന്നു. അനർത്ഥകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ മോചിപ്പിക്കും, നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇതാ വചനം പഠിപ്പിക്കുകയാണ്. നമ്മുടെ അനർത്ഥകാലത്ത് നമ്മൾ ദൈവത്തെ വിളിച്ചപേക്ഷിക്കണം. അപ്പോൾ ദൈവം നമ്മളെ മോചിപ്പിക്കും. കരങ്ങൾ കൂപ്പി കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ യുദ്ധക്കെടുതിയിൽ ഇന്ന് നീ അനുഭവിക്കുന്ന അവസ്ഥ എന്താണ്? ആ അവസ്ഥ ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നീ എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ മോചിപ്പിക്കും. വചനം നൽകുന്ന ഉറപ്പാണ്. കർത്താവേ, ഈ ശുശ്രൂഷ സമയത്ത് ഞങ്ങൾ ഇന്ന് കടന്നു പോകുന്ന കഷ്ടത, ഭാരം, ദുഃഖം, കണ്ണുനീര് ഇതാ സമർപ്പിക്കുകയാണ്. പലതരത്തിലുള്ള ഞെരുക്കങ്ങളിലൂടെ ഓരോ കുടുംബങ്ങളിലും കടന്നു പോകുന്നുണ്ട്. അതെന്താണോ ആ ഞെരുക്കം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. വളരെ വലിയ അരക്ഷിതാവസ്ഥ അനുഭവിക്കുന്നവരുണ്ട്. എന്താ സംഭവിക്കുമെന്നറിയാൻ പറ്റുന്നില്ല. പുറത്തിറങ്ങി മര്യാദയ്ക്കും നടക്കാൻ പറ്റുന്നില്ല. ഇത്രയും നാൾ ഉണ്ടായിരുന്ന സ്വാതന്ത്ര്യമൊക്കെ നഷ്ടപ്പെട്ടു പോയി. ഏതു തരത്തിലും അനർത്ഥം വന്ന് വീഴുമോ എന്ന് ഭാരപ്പെടുന്നവരുണ്ട്. മരിച്ചു പോകുമോ എന്ന് വിഷമിച്ച് ഭാരപ്പെട്ട് ഉറക്കം നഷ്ടപ്പെട്ടവരുണ്ട്. കുടുംബത്തിൽ പരസ്പരം സംസാരിക്കാൻ പോലും പറ്റാതെ വലിയ വിങ്ങുമുട്ടലും വീർപ്പൊട്ടലും കഴിയുന്നവരുണ്ട്. ഒരു ജോലിക്ക് പോകാൻ പറ്റാത്തവരുണ്ട്. വരുമാന മാർഗങ്ങൾ തടയപ്പെട്ടവരുണ്ട്. പരീക്ഷ എഴുതാൻ പോലും പറ്റാതെ വിഷമിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. കർത്താവേ, ഈ മേഖലകളെല്ലാം ഈ അൾത്താരയിൽ സമർപ്പിക്കുന്നു. എന്താണ് നീ കടന്നു പോകുന്ന ഞെരുക്കം? ആ ഞെരുക്കത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, അത്ഭുതകരമായി അങ്ങ് ഇടപെടണമേ. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 9-ാം തിരുവചനം, സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. ഈ സമയത്ത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും, അനേക ലോകരാജ്യങ്ങളിലെ നേതാക്കന്മാർ സമാധാനത്തിന് വേണ്ടി സമാധാനം ആഗ്രഹിക്കുന്നവരുണ്ട്. ഈ സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, എല്ലാ ലോകമത നേതാക്കൾക്കും, ലോക നേതാക്കൾക്ക് എല്ലാവർക്കും സമാധാന പ്രിയം അവർക്ക് ലഭിക്കട്ടെ. സമാധാനം അവരുടെ ഉള്ളിൽ നിറയുകയും ഈ സമാധാനം മറ്റുള്ളവർക്ക് കൊടുക്കാൻ തക്കവണ്ണം അവർ ബലം പ്രാപിക്കുകയും ചെയ്യട്ടെ. 2 കരങ്ങളും അൾത്താരയിലേക്ക് നീട്ടിപ്പിടിച്ച് യെശയ്യായുടെ പ്രവചനം 2-ാം അധ്യായം 4-ാം തിരുവചനം, അവിടുന്ന് ജനതകളുടെ മധ്യത്തിൽ വിധികർത്താവായിരിക്കും, ജനപദങ്ങളുടെ തർക്കങ്ങൾ അവസാനിപ്പിക്കും, അവരുടെ വാൾ കൊഴുവും അവരുടെ കുന്തം വാക്കത്തിയുമായി അടിച്ച് രൂപപ്പെടുത്തും, രാജ്യം രാജ്യത്തിനെതിരെ വാളുർത്തുകയില്ല, അവർ ഇനിമേൽ യുദ്ധപരിശീലനം നടത്തുകയുമില്ല. കർത്താവെ, ഈ ശുശ്രൂഷ സമയത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, അങ്ങയുടെ വലിയ സ്നേഹം എല്ലാ ലോക നേതാക്കൾക്കും ലഭിക്കട്ടെ. പ്രത്യേകിച്ച് യുദ്ധത്തിൽ മുഴുകിയിരിക്കുന്ന രാജ്യത്തിലെ എല്ലാ നേതാക്കൾക്കും കർത്താവെ സമാധാനം ലഭിക്കട്ടെ. റോമാലേഖനം 12-ാം അധ്യായം 18-ാം തിരുവചനം, എല്ലാവരോടും സമാധാനത്തിൽ വർത്തിക്കുവിൻ. കർത്താവ്, ഈ വചനത്തിന്റെ ശക്തി ഓരോ വ്യക്തിക്ക് ലഭിക്കട്ടെ. കർത്താവ്, ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ തകർച്ച കർത്താവെ ഒരു അനുഗ്രഹമാക്കി മാറ്റണമേ. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് അൾത്താരയോട് നീട്ടിപ്പിടിച്ച് എല്ലാവരും നിങ്ങളുടെ ഉള്ളിലുള്ള നിയോഗങ്ങൾ ഈശോയ്ക്ക് കൊടുക്കുക. നിങ്ങളുടെ ഉള്ളിൽ അനേക വിഷയങ്ങളുണ്ട്, അനേക ഭാരങ്ങളുണ്ട്. കർത്താവെ, ഇതെല്ലാം ഈ അൾത്താരയിൽ സമർപ്പിക്കുന്നു. ഓ കർത്താവെ, അങ്ങ് അത്ഭുതകരമായിട്ട് ഇടപെടണമേ. കർത്താവെ, ഞങ്ങളിതാ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്ന ദൈവജനമേ, നിങ്ങൾക്ക് പരിചയമുള്ള നിങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ടല്ലോ, അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ. ഓൺലൈനിൽ പങ്കെടുക്കുന്നവര്, അവർക്കൊക്കെ വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ. ഓ കർത്താവെ, അത്ഭുതകരമായ ദൈവശക്തി ഈ ശുശ്രൂഷ സമയത്ത് വെളിപ്പെടാൻ ഞങ്ങളിതാ പരിശുദ്ധ അൾത്താരയിലേക്ക് ഞങ്ങളുടെ ജീവിതത്തെ സമർപ്പിച്ച് കരങ്ങൾ നീട്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവെ, അങ്ങ് ഇടപെടണമേ. എല്ലാവരും ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ഈശോയെന്ന് വിളിച്ചൊന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ഓ ദൈവമേ, അത്ഭുതകരമായ ശക്തി ഈ ലോകത്തേക്ക് വെളിപ്പെടട്ടെ. യുദ്ധ കൊതിയന്മാരായിട്ടുള്ള എല്ലാ രാജ്യ നേതാക്കളെ ചിതറിക്കണമേ, നിർവീര്യമാക്കണമേ. പൈശാചിക ശക്തികൾ നിർവീര്യമാക്കണമേ. ഓ കർത്താവ്, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കട്ടെ, സമാധാനം സ്ഥാപിക്കപ്പെടട്ടെ, എല്ലാ കെട്ടുകളും അഴിയപ്പെടട്ടെ. എല്ലാവരും സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഓ ദൈവമേ, സ്തുതിക്കുന്നു. എല്ലാ തിന്മയുടെ കെട്ടുകളും കർത്താവ് അഴിക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കട്ടെ. ഒരു പുതിയ അഭിഷേകം വെളിപ്പെടട്ടെ. സ്തുതിക്കുന്നു. ആമേൻ. ദൈവശക്തി വെളിപ്പെടട്ടെ. ഓ
ഓരോ വ്യക്തികളും ആഗ്രഹിക്കട്ടെ, ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യം ജനതകൾ കരങ്ങൾ ഉയർത്തി ഈശോയെ എന്ന് വിളിച്ചെന്ന് പ്രാർത്ഥിച്ച്, ഓ കർത്താവെ സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ കർത്താവെ. ഈ ശുശ്രൂഷ സമയത്ത് വലിയൊരു വിടുതൽ സംഭവിക്കട്ടെ കർത്താവെ. ഭയത്തിന്റെ, നിരാശയുടെ, ദുഃഖത്തിന്റെ, കണ്ണുനീരിന്റെ നടുവിൽ കർത്താവിന്റെ ശക്തി വെളിപ്പെടട്ടെ. കൈയടിച്ചു പാടിക്കേ. ഈ ശുശ്രൂഷ സമയത്ത് നീ നിൽക്കുന്ന സ്ഥലത്ത് കർത്താവിന്റെ ശക്തി വെളിപ്പെടട്ടെ. നിന്റെ ജോലി സ്ഥലത്തേക്ക്, നിന്റെ വീട്ടിലേക്ക്, നിന്റെ പ്രിയപ്പെട്ടവരിലേക്ക്, നിന്റെ ജീവിതത്തിൽ അസ്വസ്ഥതയുടെ നടുവിലേക്ക് ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. വിശ്വസിച്ച് കൈയടിച്ചേ, നന്നായിട്ട് കൈയടിച്ചേ. പോരാ, കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. പാടി പാടി. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഓ ദൈവമേ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അടയാളങ്ങൾ സംഭവിക്കട്ടെ. ആമേൻ ആമേൻ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ആമേൻ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന ജനതകൾ രണ്ട് കരങ്ങള് സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചോ. സങ്കീർത്തനം 34:17 നീതിമാന്മാർ സഹായത്തിന് നിലവിളിക്കുമ്പോൾ കർത്താവ് കേൾക്കുന്നു, അവരെ സകലവിധ കഷ്ടതകളിൽ നിന്ന് രക്ഷിക്കുന്നു. നിന്നെ കർത്താവ് കഷ്ടതകളിൽ നിന്ന് രക്ഷിക്കുന്നു. ഓ ദൈവമേ, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു, ഈ ശുശ്രൂഷ സമയത്ത് എല്ലാ കഷ്ടതകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കരങ്ങൾ ഉയർത്തി യേശുവേ എന്ന് വിളിച്ചൊന്ന് സ്തുതിക്കട്ടെ. ആരാധന 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 ആരാധന. ഓ ദൈവമേ, ഈ ദൈവജനത്തിന്റെ മേലെ സംഭവിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. രണ്ട് കരങ്ങളും ശിരസിൽ ഒന്ന് കമഴ്ത്തി വെച്ച് കണ്ണടച്ച് പ്രാർത്ഥിച്ചേ. സങ്കീർത്തനം 72 12 13 14 തിരുവചനം. ബുക്ക് ഓഫ് സാം ചാപ്റ്റർ 72 വേഴ്സ് 12 13 and 14. നിലവിളിക്കുന്ന പാവപ്പെട്ടവരെയും നിസ്സഹായനായ ദരിദ്രനെയും അവൻ മോചിപ്പിക്കും. ദുർബലനോടും പാവപ്പെട്ടവനോടും അവൻ കരുണ കാണിക്കുന്നു. അഗതികളുടെ ജീവൻ അവൻ രക്ഷിക്കും. കർത്താവേ, ഈ വചനത്തിന്റെ ശക്തിയാൽ യുദ്ധക്കെടുതിയിൽ കഴിയുന്ന സകല വ്യക്തികൾക്കും വലിയൊരു സമൃദ്ധമായ സംരക്ഷണം വെളിപ്പെടട്ടെ. നിലവിളിക്കുന്ന പാവപ്പെട്ടവനെയും നിസ്സഹായന ദരിദ്രനെയും ദൈവമേ അങ്ങ് മോചിപ്പിക്കുമെന്നുള്ള വചനം, ദുർബലനോടും പാവപ്പെട്ടവനോടും കരുണ കാണിക്കുമെന്നുള്ള വചനം, അഗതികളുടെ ജീവൻ അവൻ രക്ഷിക്കുമെന്നുള്ള വചനം കർത്താവെ സംഭവിക്കപ്പെടട്ടെ. യെശയ്യായുടെ പ്രവചനം 41 അധ്യായം 10 തിരുവചനം. ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 41 വേഴ്സ് 10. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലത്തുകൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. ഓ ദൈവമേ, ഈ ശുശ്രൂഷ സമയത്ത് ഞങ്ങളത് വിശ്വസിച്ച് ഏറ്റെടുക്കുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം.
ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലത്ത് കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. വിശ്വസിക്കണം. യെസ്, ഇതെൻ്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ, ഇതെൻ്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. ഒത്തിരി പേര് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒത്തിരി പേരുടെ ഉള്ളിൽ കർത്താവ് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കുന്നു. വലിയ ആശ്വാസം കർത്താവ് നൽകുന്നു, വലിയ സമാധാനം കർത്താവ് നൽകുന്നു. സങ്കീർത്തനം 146 വചനം 7, 8, 9. ബുക്ക് ഓഫ് സാം ചാപ്റ്റർ 146 7, 8 and 9. മർദ്ദിതർക്ക് അവിടുന്ന് നീതി നടത്തി കൊടുക്കുന്നു, വിശക്കുന്നവർക്ക് അവിടുന്ന് ആഹാരം നൽകുന്നു. കർത്താവ് ബന്ധിതരെ മോചിപ്പിക്കുന്നു. കർത്താവ് അന്ധരുടെ കണ്ണ് തുറക്കുന്നു. അവിടുന്ന് നിലംപറ്റിയവരെ എഴുന്നേൽപ്പിക്കുന്നു. അവിടുന്ന് നീതിമാന്മാരെ സ്നേഹിക്കുന്നു. കർത്താവ് പരദേശികളെ പരിപാലിക്കുന്നു, വിധവകളെയും അനാഥരെയും സംരക്ഷിക്കുന്നു. എന്നാൽ ദുഷ്ടരുടെ വഴി അവിടുന്ന് നാശത്തിലെത്തിക്കുന്നു. കർത്താവേ, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ അങ്ങ് ഇടപെടണമേ. മർദ്ദിതർക്ക് അവിടുന്ന് നീതി നടത്തി കൊടുക്കുന്നു, വിശക്കുന്നവർക്ക് അവിടുന്ന് ആഹാരം നൽകുന്നു. ഈ ശുശ്രൂഷ സമയത്ത് ആരെങ്കിലും വിശക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ കർത്താവേ, ഇതാ ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ആഹാരം നൽകുന്നു, ബന്ധിതരെ മോചിപ്പിക്കുന്നു. കർത്താവേ, ഒത്തിരിയേറെ കെട്ടപ്പെട്ട മനുഷ്യരുണ്ട്, അവരെ കർത്താവെ മോചിപ്പിക്കണമേ. കർത്താവ് അന്ധരുടെ കണ്ണ് തുറക്കുന്നു, അവിടുന്ന് നിലം പറ്റിയവരെ എഴുന്നേൽപ്പിക്കുന്നു. നിന്റെ ജീവിതത്തിൽ ഇനിയൊരു രക്ഷയുമില്ല, പെട്ടുപോയി എന്ന് ചിന്തിക്കുന്നുണ്ടോ? കർത്താവ് നിന്നെ രക്ഷിക്കും. സുഭാഷിതങ്ങളുടെ പുസ്തകം 18:10. കർത്താവിന്റെ നാമം ബലിഷ്ഠമായൊരു ഗോപുരമാണ്, നീതിമാൻ അതിൽ ഓടിക്കയറി സുരക്ഷിതനായി കഴിയുന്നു. കർത്താവിന്റെ നാമം ബലിഷ്ഠമായൊരു ഗോപുരമാണ്, നീതിമാൻ അതിൽ ഓടിക്കയറി സുരക്ഷിതനായി കഴിയുന്നു. രണ്ട് കരങ്ങൾ ശിരസിൽ കമഴ്ത്തി വെച്ച് കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ സഹോദര സഹോദരി, നീ വിശ്വസിക്കുക, നിനക്ക് ദൈവം ഒരു സംരക്ഷണ വലയം ഒരുക്കുകയാണ്. നിന്റെ ജീവിതത്തിൽ കർത്താവ് വലിയൊരു സംരക്ഷണ വലയം ഒരുക്കുകയാണ്. നിനക്ക് ചുറ്റും കർത്താവ് ഒരു സംരക്ഷണ വലയം ഒരുക്കുന്നു. നിന്റെ വീടിന് ചുറ്റും കർത്താവ് ഒരു സംരക്ഷണ വലയം ഒരുക്കുന്നു. നിന്റെ ജോലിക്ക് ചുറ്റും കർത്താവ് ഒരു സംരക്ഷണ വലയം ഒരുക്കുന്നു. നിന്റെ ബന്ധങ്ങൾക്ക് ചുറ്റും കർത്താവ് ഒരു സംരക്ഷണ വലയം ഒരുക്കുന്നു. നിന്റെ ശരീരം, മനസ്സ്, ആത്മീയ മേഖലയ്ക്ക് ചുറ്റും കർത്താവ് ഒരു സംരക്ഷണ വേല ഒരുക്കുന്നു. ജോബിന്റെ പുസ്തകം 1:10. ജോബിനും ജോബിന്റെ കുടുംബത്തിനും ചുറ്റും സംരക്ഷണ വേലി കെട്ടി കർത്താവ് എന്നെയും സംരക്ഷിക്കുന്നു. ഓരോ വ്യക്തിയും വിശ്വസിക്കണം, അത് ഏറ്റെടുക്കണം. കർത്താവെ, ഇതെന്നിൽ സംഭവിക്കട്ടെ, കർത്താവ് ഇതെന്നിൽ സംഭവിക്കട്ടെ, കർത്താവ് ഇതെന്നിൽ സംഭവിക്കട്ടെ. അങ്ങ് നൽകുന്ന സംരക്ഷണ വേലി ഒരിക്കലും പൊളിഞ്ഞു പോകാതെ എന്നും സൂക്ഷിക്കാൻ കർത്താവെ ശക്തിയും ബലവും നൽകണമേ. രണ്ട് കരങ്ങൾ ശിരസിൽ കമഴ്ത്തി വെച്ച് സ്ലീഹന്മാരിൽ നിറഞ്ഞ പോലെ ശക്തിയേകി എന്നെ നയിക്കണമേ. ചേർന്ന് പാടിക്കേ. സ്നേഹന്മാരിൽ നിറഞ്ഞ ശക്തിയേകി നയിക്കണേ. ചേർന്ന് പാടി. സ്നേഹന്മാരിൽ നിറഞ്ഞ ശക്തിയേകി നയിക്കണേ. സ്ലീഹന്മാരിൽ നിറഞ്ഞ ശക്തിയേകി നയിക്കണേ. രണ്ട് കരങ്ങളും അൽത്താരയിലേക്ക് നീട്ടിപ്പിടിച്ച് ഒരിക്കൽ കൂടെ ഒന്ന് സ്തുതിച്ചേ. ഈശോയെ എന്ന് വിളിച്ചൊന്ന് സ്തുതിച്ചേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ കർത്താവിന്റെ അത്ഭുതകരമായ ശക്തി ഓരോ വ്യക്തിയിലേക്കും വെളിപ്പെടട്ടെ. കർത്താവ്, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഭാരപ്പെടുന്ന ഓരോരുത്തരും കർത്താവ് അനുഗ്രഹിക്കണം. ജോലി മേഖലയിൽ സംരക്ഷണം കൊടുക്കണം, ആരോഗ്യ മേഖലയിൽ കർത്താവ് സംരക്ഷണം കൊടുക്കണം. ഗർഭിണികളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ, കുഞ്ഞുങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ, രോഗപീഡിതരെ കർത്താവ് അനുഗ്രഹിക്കട്ടെ, വരുമാന മാർഗമില്ലാതെ വിഷമിക്കുന്നവരെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ വലിയ സംരക്ഷണം ഉണ്ടാവട്ടെ. കർത്താവിനെ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അരക്ഷിതാവസ്ഥയിൽ കഴിയുന്ന സകലർക്കും കർത്താവിന്റെ കാരുണ്യം വെളിപ്പെടട്ടെ. ഒരു വലിയ അഭിഷേകം നിറയപ്പെടട്ടെ. കർത്താവ് ഇന്നും ജീവിക്കുന്നു. കർത്താവ് ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ആരാധന 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 പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും മുട്ടുകുത്താം. കരങ്ങൾ കൂപ്പി ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ വിശ്വസിക്കുക, എൻ്റെ മേലും എൻ്റെ കുടുംബത്തിൻ്റെ മേലും കർത്താവ് നൽകുന്ന ആശീർവാദം, ഇതെൻ്റെ ദേശത്തിൻ്റെ മേൽ കർത്താവ് നൽകുന്ന ആശീർവാദം. കർത്താവെ, ഈ ആശീർവാദം ദേശത്തിൻ്റെ മേൽ അങ്ങ് ഉയർത്തണമേ, ദേശത്തിൻ്റെ മേൽ അങ്ങ് ഉയർത്തണമേ.
പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ആശീർവാദം സ്വീകരിക്കുമ്പോൾ ഗൾഫ് നാടുകളുടെ മുകളിൽ കർത്താവ് വലിയൊരു ആശീർവാദം ഉയർത്തുകയാണ്. ഇസ്രായേൽ ദേശത്തിൻ്റെ മുകളിൽ, ഇറാൻ ദേശത്തിൻ്റെ മുകളിൽ, ഒമാൻ ദേശത്തിൻ്റെ മുകളിൽ, സൗദി അറേബ്യയ്ക്ക് മുകളിൽ, ഖത്തർ രാജ്യത്തിൻ്റെ മുകളിൽ, ബഹ്റിൻ രാജ്യത്തിൻ്റെ മുകളിൽ, കുവൈറ്റ് രാജ്യത്തിൻ്റെ മുകളിൽ, ഇറാഖ് രാജ്യത്തിൻ്റെ മുകളിൽ, UAE, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ആ ദേശങ്ങൾക്ക് മുകളിൽ കർത്താവെ ഈ ശുശ്രൂഷ സമയത്ത് അങ്ങൊരു ആശീർവാദം ഒരുക്കുന്നു. ഞങ്ങളിപ്പോൾ സ്വീകരിക്കുന്ന ഈ ആശീർവാദം കർത്താവെ ഞങ്ങൾ വിശ്വസിക്കുന്നു, ഏറ്റെടുക്കുന്നു. സമാധാനത്തിൻ്റെ ആശീർവാദം സംഭവിക്കട്ടെ. ആ വലിയ വിശ്വാസത്തോടെ, പ്രാർത്ഥനയോടെ കൈകൾ കൂപ്പി ഈശോയുടെ ആശീർവാദം സ്വീകരിക്കട്ടെ. ആരാധന ആരാധന യേശുവേ ആരാധന